ക്രൈസ്തവ പീഡനങ്ങളുടെ മണ്ണിലേക്ക് വലിയ ഇടയൻ ലയോ 14 പാപ്പയുടെ ആഫ്രിക്കൻ ഇടയ സന്ദർശനം സ്ഥിരീകരിച്ച് വത്തിക്കാൻ. ഫെബ്രുവരി 25 ബുധനാഴ്ച വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പരിശുദ്ധ പിതാവിന്റെ 11 ദിവസത്തെ അപ്പോസ്തോലിക യാത്രയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളായ അൾജീരിയ, കാമറൂൺ, അംഗോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നിവയും മൊണാക്കോ, സ്പെയിൻ എന്നിവയുൾപ്പെടെയുള്ള മറ്റു വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുമെന്ന് ഹോളി സീ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി അറിയിച്ചു. ആഫ്രിക്കൻ സന്ദർശനത്തിൽ ഏപ്രിൽ 13 മുതൽ 15 വരെ അൾജീരിയയിലെ അൽജിയേഴ്സിയും അന്നബയും പാപ്പ സന്ദർശിക്കും. ഏപ്രിൽ 15 മുതൽ 18 വരെയുള്ള തീയതികളിൽ കാമറൂണിലെ യൗണ്ടെ, ബമെൻഡ, ഡൌലോ. ഏപ്രിൽ 18 മുതൽ 21 വരെ അംഗോളയിലെ ലുവാൻഡ, മുക്സിമ, സൗരിമോ. ഏപ്രിൽ 21 മുതൽ 23 വരെ ഇക്വറ്റോറിയൽ ഗിനിയയിലെ മലാബോ, മാംഗോബോ, ബാറ്റ എന്നിവയും പാപ്പ സന്ദർശിക്കും. പാപ്പയുടെ ആഫ്രിക്ക സന്ദർശന വാർത്ത വത്തിക്കാൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അംഗോളൻ, ഇക്വറ്റോറിയൽ ഗിനിയൻ സഭകൾ പാപ്പയുടെ സന്ദർശനം സ്ഥിരീകരിക്കുന്ന വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അംഗോളൻ ജനതയെ രൂപപ്പെടുത്തിയ മൂല്യങ്ങൾ വീണ്ടും കണ്ടെത്താനും ലോകമെമ്പാടും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൈവിധ്യമാർന്ന സമൂഹങ്ങളുമായി ഈ മൂല്യങ്ങൾ പങ്കിടാനുമുള്ള അവസരമായി പരിശുദ്ധ പിതാവിന്റെ സന്ദർശനം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അംഗോളൻ ആർച്ച് ബിഷപ്പ് ക്രിസ്പിൻ വിറ്റോൾഡ് ഡൂബിൽ പറഞ്ഞു. ചരിത്രപ്രധാനമായ പാപ്പയുടെ സന്ദർശനത്തിന് മുന്നോടിയായി എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഓഫ് ഇക്വറ്റോറിയൽ ഗിനിയ പ്രസിഡന്റും മാംഗോണ രൂപതയിലെ ബിഷപ്പുമായ ജുവാൻ ഡൊമിംഗോ ബെക്ക എസോനോ അയാംഗിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭാ നേതാക്കൾ രാഷ്ട്രതലവനുമായി സംഘടനാ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. ഇക്വറ്റോ ഗിനിയയിലെ ജനങ്ങൾക്ക് കൃപയുടെയും സന്തോഷത്തിന്റെയും നിമിഷമെന്നാണ് പാപ്പയുടെ സന്ദർശനത്തെക്കുറിച്ച് ബിഷപ്പ് ഡൊമിംഗോ ബെക്ക വിശേഷിപ്പിച്ചത്. 44 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു പാപ്പ രാജ്യത്ത് സന്ദർശനത്തിനായി എത്തുന്നതെന്നും ബിഷപ്പ് ഊന്നിപ്പറഞ്ഞു. 1982 ഫെബ്രുവരി 18 ഇക്വറ്റോറിയൽ ഗിനിയയിലേക്കുള്ള അവസാന പാപ്പയുടെ സന്ദർശനം നടന്നത്. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയാണ് അവസാനമായി ഇക്വറ്റോറിയൽ ഗിനിയ സന്ദർശിച്ച പാപ്പ. മാർച്ചിൽ പാപ്പ മൊണോക്കോയും ജൂണിൽ സ്പെയിനും സന്ദർശിക്കും. മൊണോക്കോ സന്ദർശനത്തിനൊരുങ്ങുന്ന ആദ്യ പാപ്പയാണ് ലയോ 14 പാപ്പ. യാത്രകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു.